അപ്പോൾ നമ്മൾ ഈ സാരിയുടെ കൂടുതൽ ഡീറ്റെയിൽസിലോട്ട് വരാം. ഇതിൽ നോക്കുവാണെങ്കിൽ ഒത്തിരി ഡീറ്റെയിലിംഗ് നടക്കുന്ന ഒരു സാരിയാണ് ഇതിനകത്ത്. സീ ദ പല്ലു ഇറ്റ്സെൽഫ്. ഇതിൽ ഒത്തിരി വീവിങ്സ് അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. എല്ലാം കുറച്ചുകൂടെ ഒരു ഡിഫറെൻ്റ് ആണ്. ഒരു മോഡേൺ വീവിങ് ടെക്നിക്സ് ആണ് ഇതിനകത്ത്. ടെക്നിക്സ് അല്ല, മോഡേൺ വീവിങ് ആയിട്ടുള്ള മോട്ടീവ്സ് ആണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ ഒരു ഫസ്റ്റ് ഡീറ്റെയിലിംഗ് ഇതാണ്. പല്ലുവിൻ്റെ ഒരു ഡിഫറെൻറ്റ് ഷെയ്ഡാണ്. അതിനകത്തൊരു വീവിങ് പാറ്റേൺ ഉണ്ട്. ആൻഡ് സീ ദ ഹാഫ് ഇതിൻ്റെ ഈ അനദർ ഹാഫിൽ വന്നിട്ട് ചെറിയ വേറൊരു മോട്ടീവ് ഡീറ്റെയിലിംഗ് ഉണ്ട്. ആൻഡ് എൻഡിൽ വന്നിട്ട് വേറൊരു കളർ ഓഫ് ബോർഡർ ഹൈലൈറ്റിംഗ് ആണ്. അതാണ് അതിൻ്റെ ഒരു ഒത്തിരി ഡീറ്റെയിലിംഗ് ഉള്ള സാരി. പക്ഷെ കണ്ടാൽ ഭയങ്കര സിമ്പിളാണ്. ഇങ്ങനത്തെ ഒരു ഇതാണ് അതിൻ്റെ ബ്ലൗസ് പീസ് വരുന്നത്. ഈ ആണെങ്കിൽ തന്നെ വേറൊരു ഷെയ്ഡിൽ വന്നിട്ട് അതിൽ ആ ഒരു ഗ്രീൻ കളർ ബോർഡർ ഹൈലൈറ്റ് കൊടുത്തേക്കുക. സച്ച് എന്താ പറയുക, എന്തൊരു ക്രിയേറ്റിവിറ്റി അതിനകത്ത് കൊണ്ടുവന്നിരിക്കുന്നതെന്ന് നോക്കുന്നത്. വളരെ ഒത്തിരി ഡീറ്റെയിൽസ് പോകുന്നുണ്ട്. ബട്ട് വെൻ യു ലുക്ക് അറ്റ് ദ സാരി, ഇറ്റ്സ് സച്ച് എ സിമ്പിൾ സാരി. നിങ്ങൾക്കിത് ഒരു കല്യാണത്തിനൊക്കെ ഇട്ടിട്ട് പോവുകയാണെങ്കിൽ ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ട് നിൽക്കാനും പറ്റും. റീയൂസബിൾ ആണ്. ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് നമ്മൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ട സംഭവം, നമുക്ക് റീയൂസ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് ഔട്ട്ഫിറ്റ്സിലോട്ട് നമ്മൾ മൂവ് ചെയ്യുക എന്നുള്ളതാണ്. അടുത്തൊരു സാരി ഞാൻ കാണിക്കുവാണെങ്കിൽ ഇതും ഹാൻഡ്ലൂമാണ്, കൈത്തറി സാരിയാണ്. ആൻഡ് ഇതിനൊന്നൊരു ഏജ് ലിമിറ്റ് ഇല്ല. ഇന്ന ഏജിലുള്ളവരെ എടുക്കാവുള്ളൂ. ഇതൊരു ആൻറ്റി സാരിയാണ് അല്ലെങ്കിൽ അമ്മമാരുടെ സാരിയാണ്. നോ, നെവർ സച്ച് മോഡേൺ കോൺസെപ്റ്റ്. ഈ സാരീസിൽ തന്നെ ദേ ഹാവ് ലിറ്ററലി നമ്മുടെ വീവേഴ്സൊക്കെ ഒന്ന് അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട് അവരെ തന്നെ. അത് നിങ്ങൾക്ക് ഇതിനകത്ത് വരുന്ന മോട്ടീവ്സ്, എൻ്റെ പല്ലുമൊക്കെ കണ്ടോ, നമ്മളെപ്പോഴും കാണുന്നൊരു പല്ലു ഡിസൈനൊന്നും അല്ല. ഈ മോട്ടീവ്സ് ആണെങ്കിലും നമുക്ക് സ്ഥിരം കാണാൻ കിട്ടാത്തൊരു മോട്ടീവ് ഡീറ്റെയിലിംഗാണ്. സീ ഐ വാസ് സോ അമേസ്ഡ് വിത്ത് ദെയർ അവരുടെ ഒരു ക്രിയേറ്റിവിറ്റിയൊക്കെ കാണുമ്പം. ഇതൊക്കെ നമ്മൾ വീവേഴ്സിൻ്റെ നിന്ന് ഡയറക്റ്റ് പർച്ചേസ് ചെയ്യാം. ഇതിൻ്റെ ക്വാളിറ്റിയിലൊന്നും യാതൊരു കോംപ്രമൈസും ഇല്ല. ചെറിയൊരു ലൈൻ ഡീറ്റെയിലിംഗ് പോയിട്ടുണ്ട്. അതിനകത്താണ് ഈ ഒരു പൈൻ ട്രീ പോലത്തെ ഒരു മോട്ടീവ് വന്നിരിക്കുന്നത്. ഇതൊന്നും ഒരു ട്രഡീഷണൽ മോട്ടീവ്സ് അല്ല. ദി ആർ ബീങ് ക്രിയേറ്റീവ് ദീസ് ഡേയ്സ്. തമിഴ്നാട് ഈസ് പ്രോഗ്രസിങ് ഇൻ മെനി വേയ്സ്. അതിൽ ഒപ്പം തന്നെ അവരുടെ ക്ലോത്തിങ്, ദേ ആർ ആക്ച്വലി ചലഞ്ചിങ് ആസ് വിത്ത് ലോട്ട് ഓഫ് തിങ്സ്. നമ്മൾ കുറച്ചൊന്ന് പിന്നിലാണോ എന്ന് നമുക്ക് സംശയിക്കേണ്ടിയിരിക്കുന്നത് അല്ലേ, കേരള വീവിങ് ഒക്കെ. സംശയിക്കൊന്നും വേണ്ട, നമ്മൾ പിന്നിലാണ്. നെഗറ്റീവ് പബ്ലിസിറ്റി അല്ല, ബട്ട് വി ഹാവ് ടു കോപ്പ് അപ്പ് വിത്ത് ദം. അവരുടെ ഒരു ക്രിയേറ്റിവിറ്റി കാണണമെങ്കിൽ ഐ ഷോ യു ഈച്ച് ആൻഡ് എവറി സാരി വിച്ച് എവർ ഐ ഹാവ് പിക്ഡ്. എല്ലാം ഭയങ്കര യുണീക്ക് ആൻഡ് ഹാൻഡ് പിക്ഡ് വെറൈറ്റീസാണ്. ഇതിൻ്റെ ഒത്തിരി ഭംഗി എന്ന് പറയുന്നത് അതിൻ്റെ ആ ഒരു ഗ്രീൻ ഷെയ്ഡാണ്. ഗ്രീൻ ഷെയ്ഡിനൊപ്പം തന്നെ സീ ഹൗ ബ്യൂട്ടിഫുൾ പല്ലു ഇറ്റ് ഈസ്. നമ്മൾ ഇപ്പോഴൊരു വെഡ്ഡിങ്ങിനെ വിളിച്ച് ആരെങ്കിലും പട്ടുസാരി കൊടുക്കാൻ ആഗ്രഹിക്കുക. ഹീറ്റ് സ്റ്റാർട്ടായിട്ട് പോലുമില്ല, ബട്ട് സ്റ്റിൽ വി കാണ്ട്, എന്താ പറയുക, ആ ഒരു ഹീറ്റ് ബെയർ ചെയ്യാൻ പറ്റുന്നില്ല എന്ന് എല്ലാവരും പറയുന്നില്ല. എനിക്കും അതേ കോൺസെപ്റ്റ് തന്നെയാണ്. പക്ഷേ ഇതൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ ഒരു സ്ലീവ്ലെസ് ബ്ലൗസ് ഇട്ട് പിള്ളേർക്ക് പെയർ ചെയ്യാം. എനി ഏജ് ഗ്രൂപ്പ് ക്യാൻ വെയർ സ്ലീവ്ലെസ് ബ്ലൗസ്. ബട്ട് ഇഫ് വി ആർ നോട്ട് കംഫർട്ടബിൾ, നിങ്ങൾക്ക് ഇതിൻ്റെ സെയിം ബ്ലൗസ് തന്നെ പെയർ ചെയ്യാം. അതല്ലെങ്കിൽ പ്രിൻറ്റഡ് ഒരു നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി ബ്രിങ് ചെയ്യാൻ പറ്റുന്ന സാരീസാണ്. കാരണം ഇതിനകത്ത് ഒത്തിരി ഹാപ്പനിങ് ഡീറ്റെയിലിംഗ് ഒന്നുമില്ല. ഈ ഒരു വീവിങ്, ലൈൻ വീവിങ്സ്, ഇതൊന്നും നമ്മൾ കണ്ടിട്ടേ ഇല്ലാത്ത വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള. എൻ്റെ പല്ലുവൊക്കെ ആണെങ്കിൽ എന്തൊരു ബ്യൂട്ടിഫുൾ പല്ലുവാന്ന് നോക്ക്. പിന്നെ മെയിൻ ഫാക്ടർ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സസ്റ്റൈനബിൾ ആണ്. ഇതൊക്കെ നമ്മൾ ഓരോ ഇഴയും അവർ നെയ്തുണ്ടാക്കിയ സാരി, അല്ലാണ്ട് പവർലൂം സാരീസ് അല്ല. അത് നിങ്ങൾ വെയർ ചെയ്യുമ്പോൾ, വാഷ് ചെയ്യുമ്പം, റീയൂസ് ചെയ്യുമ്പോൾ ഒക്കെ നിങ്ങൾക്കത് മനസ്സിലാവും. പട്ടുസാരി ഒന്നും നമുക്ക് ഒരിക്കലും എന്താ പറയുക, വെള്ളത്തിലിട്ട് വാഷ് ചെയ്യാനോ ഒന്നും പറ്റില്ല. ഇതിൻ്റെയൊക്കെ വാഷ് കെയർ എന്ത് സിമ്പിളാണ്. ആൻഡ് ദ ഇൻവെസ്റ്റ്മെൻറ്റ് ഓൺ എ സാരി ഈസ് ഓൾസോ വെരി ലെസ് വെൻ യു കമ്പയർ വിത്ത് കാഞ്ചീപുരം. ആൻഡ് കാഞ്ചീപുരം നല്ല സാരീസാണ്. ഐ എം നോട്ട് സേയിങ് ഇറ്റ് ഇസ് നോട്ട് ഗുഡ്. അപ്പം ഇതെല്ലാം തമിഴ്നാട് വീവ്സ് ആണ്. തമിഴ്നാട് വീവ്സ് എന്ന് പറയുമ്പോൾ അവരുടെ ഒരു ടച്ച് ഇതിനകത്തുണ്ട്. അവരുടെ ഒരു ടച്ച് ഓഫ് കളർ കോമ്പിനേഷൻസ് നമുക്കിവിടെ കാണാത്തൊരു, നമ്മൾ കേരള വീവിങ് പാറ്റേൺസ് പറയുന്നത് കൂടുതൽ വൈറ്റ് അല്ലെങ്കിൽ ബേജ് ഗോൾഡ് അല്ലെങ്കിൽ ഓഫ് വൈറ്റ് ഗോൾഡ്, വൈറ്റ് ആൻഡ് ഗോൾഡൊക്കെയാണ്. ഇതിൻ്റെ ആ ഒരു വീവിങ് പാറ്റേൺ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് കൂടുതലും കാണാം. കാഞ്ചീപുരത്തിൻ്റെയൊക്കെ അതേ മോട്ടീവ്സ് ഒക്കെ തന്നെ ഒരു കോട്ടൺ സാരിയിലും വീവിങ്ങിലും കൊണ്ടുവന്നിട്ടുണ്ട്. ഈ മോട്ടീവൊക്കെ ആണെങ്കിൽ ട്രഡീഷണലിൽ മോഡേൺ കൺസെപ്റ്റ് അവർ കൊണ്ടുവന്നിരിക്കുക. നല്ലൊരു കളറ്. ഇതൊക്കെ എല്ലാവർക്കും കൊടുക്കാം. ആൻഡ് ഫോർ എനി ഒക്കേഷൻ. ഹിന്ദു വെഡ്ഡിങ് ഒക്കെ ആണെങ്കിൽ വെരി ആപ്റ്റ് ഫോർ ആൻറ്റീസ് അല്ലെങ്കിൽ കിഡ്സ്, എനിബഡി. ഇതൊക്കെ നമ്മൾ എങ്ങനെ സ്റ്റൈൽ ചെയ്യുന്നു എന്നുള്ളത് നമ്മുടെ മാത്രം ക്രിയേറ്റിവിറ്റിയാണ്. ഇത് വേണമെങ്കിൽ ഈവൻ യു ക്യാൻ പെയർ ഓക്സിഡൈസ്ഡ് ജ്വല്ലറി വിത്ത് ഇറ്റ്. അതിൻ്റേതായ ഭംഗി ഉണ്ടാവും ഉറപ്പായിട്ടും. അത് നിങ്ങൾ ക്രിയേറ്റീവ് ആകുക. അല്ലെങ്കിൽ വി ഓൾസോ ഗീവ് യു സ്റ്റൈലിംഗ് ടിപ്സ്. നിങ്ങൾക്ക് അങ്ങനെ നമ്മളോട് ചോദിക്കാം, നമ്മൾ ഉറപ്പായിട്ടും പറഞ്ഞുതരും. വി ഡു ഹാവ് എ ഡിസൈൻ ടീം. അപ്പം നമ്മളും പറഞ്ഞു. ഇതൊക്കെ ഒന്ന് നോക്കിക്കേ, ഫുൾ ലൈൻസ് ഉള്ള, ബോഡി ലൈൻസ് ഉള്ള സാരീസാണ്. അതിൻ്റെ ഒപ്പം തന്നെ ബോർഡർ ഡീറ്റെയിലിംഗ് നോക്കും, എന്ത് ഭംഗിയാണെന്ന് നോക്കാം. And see the pallu.
ഇതിനകത്തൊക്കെ മിക്കതിനും വിത്ത് ബ്ലൗസ് സാരീസാണ് ഇതിനകത്ത് വരുന്നതൊക്കെ. നല്ല ഭംഗിയുള്ള സാരീസാണ് എല്ലാത്തിനും കളേഴ്സൊക്കെ അടിപൊളിയാണ്. അപ്പം നമ്മൾ പറഞ്ഞു വന്നു വെച്ചാൽ മെയിൻലി ഇത് വീവേഴ്സിൻ്റെ സൈഡിൽ നിന്ന് നമ്മൾ എടുക്കുന്നതായതുകൊണ്ട് തന്നെ അതിൻ്റെ ക്വാളിറ്റി ഈസ് ടോപ്പ് നോച്ച്. ഇറ്റ്സ് നോട്ട് ലൈക്ക് ദ റെഗുലർ പവർലൂം സാരീസിൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ നമ്മളൊരു വാഷിൽ തന്നെ അതിൻ്റെ ആ ഒരു മാറ്റ് വാഷ് ഇത് എത്ര നിങ്ങൾ വാഷ് ചെയ്യുമോ അത്രത്തോളം സോഫ്റ്റായിട്ട് വരും. കുട്ടികൾക്ക് വരെ ഇത് യൂസ് ചെയ്യാമെന്ന് പറയുന്ന പോലത്തെ സാരിയാണ്. ആൻഡ് ദിസ് ഈസ് മൈ ഫേവറേറ്റ് സാരി അമംഗ് ദ ലോട്ട്. ഗംഗാ ജമുന എന്ന് പറയുന്ന പോലെ 2 കളർ ബോർഡേഴ്സാണ്. യു ക്യാൻ വെയർ ഇറ്റ് ലൈക്ക് ദിസ് ആൻഡ് യു ക്യാൻ വെയർ ഇറ്റ് ലൈക്ക് ദിസ് ആസ് വെൽ. ആൻഡ് സീ ദ പല്ലു, സച്ച് എ ബ്യൂട്ടിഫുൾ പല്ലു. അതിൻ്റെ ഒപ്പം തന്നെ അവർ നമുക്ക് മാച്ചിങ് ബ്ലൗസ് പീസും കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ എങ്ങനെയാണ് നിങ്ങൾ ഗോൾഡ് ജ്വല്ലറി ഇട്ട് സ്റ്റൈൽ ചെയ്യുമോ, അല്ലെങ്കിൽ കെമ്പ് ജ്വല്ലറിയോ, അല്ലെങ്കിൽ സ്റ്റോൺ ജ്വല്ലറിയോ, അല്ലെങ്കിൽ ജസ്റ്റ് ഒരു നല്ലൊരു ജുംക്ക മാത്രം, റൂബി ജുംക്കാസൊക്കെ മാത്രം കൊടുത്താൽ നല്ല ഭംഗിയുള്ള സാരീസാണ്. നിങ്ങൾ മറ്റേ പട്ടുസാരി എടുത്ത് ചൂടെടുക്കണം എന്നില്ല. പട്ടുസാരിയും നല്ലതാണ്, നല്ല ഓപ്ഷനാണ് ഓഫ് കോഴ്സ്. പക്ഷേ ഇപ്പൊക്കെ എൻ്റെ അമ്മയൊക്കെ ആണെങ്കിലും ആ ഒരു ഏജ് ആവുന്നതനുസരിച്ച് ദേ ആർ സ്വിച്ചിങ് ടു കോട്ടൺ സാരീസ്. ഷീ ഹാസ് ലെഫ്റ്റ് പട്ടുസാരി ഉടുക്കലൊക്കെ ഷീ ഹാസ് ലെഫ്റ്റ് ഇറ്റ് ലോങ് ബാക്ക്. ഇപ്പം അമ്മ പട്ടുസാരി വാങ്ങാറുമില്ല, ഉടുക്കാറുമില്ല, മോസ്റ്റ്ലി കോട്ടൺ സാരീസാണ്. ആൻഡ് വെൻ ഷീ സ്റ്റാർട്ടഡ് വെയറിങ് ഇറ്റ് ഐ സ്റ്റാർട്ടഡ് റിയലൈസിങ് ദ ബ്യൂട്ടി ഓഫ് കോട്ടൺ സാരി. അങ്ങനെയുള്ള യാത്രയിലാണ് അല്ലെങ്കിൽ കൂടുതൽ കോട്ടൺ സാരീസ് കണ്ടുപിടിച്ചത്. ആൻഡ് ഐ ഡിഡ് വോണ്ട് ടു ബ്രിങ് ഇറ്റ് അപ് ടു യു ഗൈസ് ആസ് വെൽ. സി എന്ത് ഡിഫറെൻ്റ് ആണ്. അതിൻ്റെ ബ്ലൗസിൽ ഈ വരുന്ന മോട്ടീവ്സ് ഇല്ല. ഇതൊക്കെ ഉടുത്തു വരുമ്പം ഇറ്റ് വിൽ ബി ക്ലാസ് പാർട്ട് സാരി. സീ ദ കളർ കോമ്പിനേഷൻ, amazing. So thank you so much. Check out for more videos.